സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അനുവദിച്ച കെ.എസ്.ആർ.ടി.സി ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ട്രയൽ റൺ മണ്ണുത്തി നടത്തറ ബൈപ്പാസ് വഴി 11 മണിയോടെയാണ് സുവോളജിക്കൽ പാർക്കിലെത്തിയത്. മന്ത്രിമാരായ കെ. രാജൻ, കെ.ബി. ഗണേഷ് കുമാർ, മേയർ എം.കെ. വർഗീസ്, പി. ബാലചന്ദ്രൻ എം.എൽ.എ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി.എൻ. നാഗരാജൻ തുടങ്ങിയവർ ബസ്സിൽ പങ്കെടുത്തു. ബസ്സിന് പാർക്കിൽ വൻ സ്വീകരണവും നൽകി. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ചിട്ടുള്ളതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ടെൻഡർ നടപടി പൂർത്തിയാക്കി ബസ് സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഈ മാസം 28-ന് സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഏഷ്യയിലെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക്. പാർക്കിൽ വിവിധ പക്ഷിമൃഗാദികൾക്കായി 23 ആവാസ ഇടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കേളത്ത് സ്കഫോൾഡിംഗ് എന്ന കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മിണാലൂർ വടക്കുടൻ ടൂവിൻ വിൽസൺ, പൂവത്തിങ്ങൽ റമീസ്, പുതുരുത്തി കോമാട്ടിൽ സഞ്ജീവ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനാണ് സമരരംഗത്തുള്ളത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ അനൂപിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു. ഇതാണ് തൊഴിലാളി യൂണിയനുകളെ പ്രകോപിപ്പിച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. അനീഷ് ആദൂർ, ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു സി ബേബി, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 12 ഉപജില്ലകളിൽ നിന്ന് 98 ഇനങ്ങളിലായി 3668 കായിക താരങ്ങളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ ദിവസം 36 ഇനങ്ങളിലെ ഫൈനൽ നടക്കും. ഇന്ന് അതിന് ഏറ്റവും മുന്നിലെത്തുക എന്നുള്ളത് പ്രധാനമാണെങ്കിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കായിക താരങ്ങൾ. ജില്ലയിലെ വിവിധ നഗരസഭകളിലെ സംവരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളിലെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് കളക്ടറേറ്റിൽ നടക്കുകയായിരുന്നു. പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് ഇന്ന് പൂർത്തിയാകും. തൃശൂർ കോർപ്പറേഷൻ നറുക്കെടുപ്പ് ശനിയാഴ്ച എറണാകുളത്ത് നടക്കും. 7, 8, 20, 39. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. പുതുക്കാട് വടക്കേത്തറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പെരുമ്പിള്ളിശ്ശേരിയിൽ വീട് കയറി ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വൂർ സ്വദേശി പെരുമ്പിള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പിള്ളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ചേർപ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുബിൻ, CPOമാരായ M മണികണ്ഠൻ, RV വിനീഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചുമട്ടുതൊഴിലാളി നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് INTUCയുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മോഹൻ നടോടി അധ്യക്ഷത വഹിച്ചു. PV വിനീത്, VC സാബു, CV ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഈ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ന് ലോക ഭക്ഷ്യദിനം. ഭക്ഷണം വിശപ്പിനെ അകറ്റാനുള്ളതല്ല, ജീവിതത്തിന്റെ അടിസ്ഥാന അവകാശമാണ് എന്ന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
വിശപ്പിനും ഭക്ഷണത്തിനുമിടയിൽ മനുഷ്യന്റെ സമ്പൂർണ്ണ ചരിത്രം അടങ്ങിയിരിക്കുന്നുവെന്ന OV വിജയന്റെ വാക്കുകൾ തന്നെയാണ് ഈ ദിനത്തിൽ ഏറ്റവും പ്രസക്തം. നമ്മുടെ മേശയിലെത്തുന്ന ഓരോ കണികയും വിലമതിക്കാം. വിശപ്പിനെതിരെ കരുണയും ബോധവൽക്കരണവും വിതറാം. തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ തിന്നാനുള്ളത് കിട്ടാത്തവർ എത്രയോ നേരം ഭക്ഷണത്തിന്റെ ഗന്ധം കൊണ്ടു മാത്രം ജീവിക്കുന്നു. ഭക്ഷണത്തിന്റെ മൂല്യം അതില്ലാത്തപ്പോഴാണ് മനസ്സിലാകുന്നത്. ലോകത്തിന്റെ ഒരു വശത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ അന്നം പോലും ലഭിക്കുന്നില്ല. യുദ്ധത്താൽ തകർന്ന ഗസയിലെ ജനങ്ങളും വരൾച്ചയും പട്ടിണിയും പിടിമുറുക്കിയ സൊമാലിയയിലെ കുട്ടികളും വിശപ്പിനോട് പോരാടുകയാണ്. നമുക്കടുത്ത തലമുറയെ പഠിപ്പിക്കാം ഓരോ ധാന്യത്തിന്റെയും വില മനസ്സിലാക്കാനും ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാനും ഭൂമിയോടും അന്നത്തോടും നന്ദിയോടെ ജീവിക്കാനും. ന്യൂസ് ഡെസ്ക് TCV.